ഹായ് നമസ്കാരം, ഞാൻ എഞ്ചിനീയർ മെബിൻ. കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സംശയം എത്ര ദിവസം നനയ്ക്കണം, എത്ര ദിവസം ഇതിൻ്റെ തട്ട് നിർത്തണം, അതായത് ഇതിൻ്റെ സപ്പോർട്ട്സ് എത്ര ദിവസം നിർത്തണം എന്നൊക്കെയുള്ളത് എല്ലാവർക്കും ഉള്ളൊരു കൺസേൺസ് ആണ്. മെയിൻലി എപ്പോൾ നനയ്ക്കാൻ തുടങ്ങണം, എത്ര ദിവസം നനയ്ക്കണം എന്നുള്ളത് പലർക്കും ഒരു കൺസേൺ ആണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ 2 ദിവസം മുന്നേ ചെയ്തൊരു കോൺക്രീറ്റ് ആണ്. ഇപ്പോൾ അതിന് പിറ്റേ ദിവസം നമ്മൾ വന്ന് അതിന് ബണ്ടെല്ലാം വെച്ചു, ബണ്ട് വെച്ച് അതിനകത്ത് വെള്ളം നിറച്ച് വെച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം തന്നെ വളരെ ലൈറ്റായിട്ട് നനച്ച് തുടങ്ങണം. അതായത് നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാറ്റ് വീശും, വെയിലടിക്കും. അപ്പോൾ കുറേശ്ശെ ഈ കോൺക്രീറ്റിനകത്തു നിന്നും ജലാംശം നഷ്ടപ്പെട്ട് തുടങ്ങും. അപ്പോൾ ആ പീരീഡിൽ തന്നെ, അതായത് ആഫ്റ്റർ 30 മിനിറ്റ്സ് തന്നെ വളരെ ലൈറ്റായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കോൺക്രീറ്റിന് അത്രത്തോളം നല്ലതാണ്. ഇതേപോലെ തന്നെ അങ്ങനെ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നമ്മളൊരു ടാർപ്പ് വെച്ച് ആ കോൺക്രീറ്റ് മൂടിയിട്ടാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇത് ബണ്ട് കെട്ടി എത്ര ദിവസം നിർത്തണം എന്നുള്ളത് പലർക്കും ഒരു കൺസേൺ ആണ്. 14 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ ബണ്ട് കെട്ടി വെള്ളം കെട്ടി നിർത്താൻ പാടില്ല. കാരണം കോൺക്രീറ്റ് ഒരു സ്ട്രോങ് മെറ്റീരിയൽ മാത്രമാണ്, ഒരു ലീക്ക് പ്രൂഫ് മെറ്റീരിയൽ അല്ല. 14 ദിവസത്തിന് മുകളിലേക്ക് നമ്മളിത് ബണ്ട് കെട്ടി നിർത്തി കഴിഞ്ഞാൽ കുറേശ്ശെ വെള്ളം താഴേക്ക് പനച്ച് ഈ സ്ലാബിൻ്റെ അടിവശത്തേക്ക് വെള്ളം പനപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ഈസ് ജസ്റ്റ് എ സ്ട്രോങ് മെറ്റീരിയൽ, നോട്ട് എ ലീക്ക് പ്രൂഫ് മെറ്റീരിയൽ. നിങ്ങളതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ഒക്കെ ചെയ്തിട്ട് വെള്ളം കെട്ടി നിർത്തുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 14 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ഇതിൽ വെള്ളം കെട്ടി നിർത്താൻ പാടില്ല. പക്ഷേ ടെക്നിക്കലി ഒരു 28 ദിവസത്തേക്ക് കുറേശ്ശെ ഇതിന് മുകളിലേക്ക് നന കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റിന് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, 30 മിനിറ്റ്സിന് ശേഷം ക്യൂറിങ് സ്റ്റാർട്ട് ചെയ്യുക, കുറേശ്ശെ വെള്ളം നനയ്ക്കാൻ തുടങ്ങുക. 14 ദിവസത്തേക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ബണ്ട് കെട്ടി വെള്ളം കെട്ടി നിർത്തുക. 14 ദിവസത്തിന് ശേഷം മാത്രം ഇതിൻ്റെ സപ്പോർട്ട് അഴിക്കുക.